നമസ്കാരം. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തി. പാലക്കാട് KPM ഹോട്ടലിൽ നടന്ന പരിശോധനയിലാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നത്. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്തിയ ശേഷമേ പാലക്കാട് തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പീഡനം നടന്ന ഹോട്ടലിലടക്കം രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. വാങ്ങാൻ ഉദ്ദേശിച്ച ഫ്ളാറ്റിന്റെ ബിൽഡറുടെ മൊഴി രേഖപ്പെടുത്തും. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ രാഹുലിനെ കോടതി 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. നിലവിൽ AR ക്യാമ്പിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. പാലക്കാട് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണമെന്ന് SIT അറിയിച്ചിട്ടുണ്ട്. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോടതി പരിഗണിച്ചില്ല. 3 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം 16-ാം തീയതി അപേക്ഷ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. ചൊവ്വാഴ്ച 12-15 കോടതി ചേരുകയും രാഹുലിന്റെ കേസ് ആദ്യം തന്നെ വിളിക്കുകയും ചെയ്തു. അറസ്റ്റും കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും കസ്റ്റഡിയിൽ വിടരുതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കണമെന്നും പാലക്കാട് കൊണ്ടുപോയി തെളിവ് ശേഖരണം നടത്തണമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു. കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്നത് പാലിച്ചില്ല. അറസ്റ്റ് ചെയ്തപ്പോൾ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയിച്ചില്ല. ചട്ടം ലംഘിച്ചാണ് പരാതി സ്വീകരിച്ചത്. ഭരണഘടനാവകാശ ലംഘനമുണ്ടായി. സാക്ഷികൾ വേണമെന്ന മിനിമം കാര്യങ്ങൾ പോലും പാലിച്ചില്ല. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും വാദമുയർന്നു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. ജനുവരി 15 വൈകിട്ട് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 7 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു SIT കോടതിയിൽ സമർപ്പിച്ചത്. രാഹുലിനെതിരെ യുവമോർച്ചയുടെയും DYFIയുടെയും കടുത്ത പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ ഇന്ന് ഹാജരാക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി രാഹുലിനെ ജയിലിന് പുറത്തിറക്കിയപ്പോഴും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും തുടർന്ന് അടുത്തുള്ള കോടതി പരിസരത്ത് എത്തിച്ചപ്പോഴുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്.